തന്നെയും കുടുംബത്തെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകുമെന്ന് KJ ഷൈൻ. ജീർണതയിൽ കഴിയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനാണ് തന്നെ അപമാനിക്കാനുള്ള ശ്രമമെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു KJ ഷൈൻ. 2 ദിവസം മുൻപാണ് KJ ഷൈൻ ടീച്ചർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപം തുടങ്ങിയത്. ഇന്നലെ മുതൽ ഇത് രൂക്ഷമായി. ഒരു ദിനപത്രത്തിൽ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് പരാതി നൽകാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്ന് അവർ അറിയിച്ചു. പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരെ മോശമായ പ്രചാരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണെന്ന് ചിന്തിക്കണമെന്ന് KJ ഷൈൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആന്തരിക ജീർണതയിൽ ഉലയുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനാണ് തന്നെ അപമാനിക്കാനുള്ള ശ്രമമെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സ്ത്രീവിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരളം പരാജയപ്പെടുത്തുമെന്നും KJ ഷൈൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തന്നെയും ജീവിത പങ്കാളിയെയും വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിലാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കുപ്രചരണം നടത്തുന്നതെന്ന് അവർ ചൂണ്ടിക്കാട്ടി. KJ ഷൈനെതിരായ അധിക്ഷേപങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷ് പ്രതികരിച്ചു. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ സംഘമാണ് വ്യാജ പ്രചരണം ഏറ്റെടുക്കുന്നത്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണത മറച്ചുവെക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അധിക്ഷേപത്തിനെതിരെ KJ ഷൈൻ നടത്തുന്ന പോരാട്ടത്തിന് പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും എല്ലാ പിന്തുണയും നൽകുമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ഈ രാഷ്ട്രീയ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തേക്കും കടന്നു വരുന്ന കൊള്ളാവുന്ന വനിതാ പ്രവർത്തകരെ ആരെയും ഞങ്ങൾ ഈ രൂപത്തിലെല്ലാം ചിത്രീകരിക്കും എന്നതാണ്. അതാണ് കോൺഗ്രസ്സുകാരുടെ വനിതാ നേതാക്കന്മാർക്കെതിരെ CPMന്റെ വനിത ആരെ സംബന്ധിച്ചും ഈ പറയുന്ന സംഘം ഇത് ചെയ്യും എന്നുള്ളതാണ് കാണുന്നത്. അതിനെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കേണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡനെതിരെ മത്സരിച്ചതോടെയാണ് KJ ഷൈൻ ശ്രദ്ധേയായത്. പറവൂർ നഗരസഭാ കൗൺസിലർ, അധ്യാപക സംഘടനാ നേതാവ് തുടങ്ങിയ നിലകളിലും ഷൈൻ സജീവമാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.